സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുകയാണ്. പ്രൊഫസർ കെ.വി. തോമസ്, ഈ മുൻപുള്ള കടങ്ങളാണ് എഴുതി തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇവർ വന്നതിന് ശേഷം അങ്ങനെ എഴുതി തള്ളാൻ കഴിയില്ല. കാരണം NPA ആകണമെങ്കിൽ 3 വർഷം വേണമെന്നതാണ് ശ്രീ JR പത്മകുമാർ അടക്കമുള്ളവരുടെ വാദം. ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റിയാണ്. ഇതിന് മുമ്പുള്ള കടമുണ്ടാകാം, ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് കാലത്ത് കൊടുത്ത കടത്തിൻ്റെ NPA കാണും. അങ്ങനെ വരുമ്പോൾ NPA എന്ത് ചെയ്യണം? ഈ NPA എന്നത് ആദ്യമായി രാജ്യത്തിന് മുമ്പിൽ കൊണ്ടുവന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. ഞങ്ങൾ റിസർവ് ബാങ്കിനെയും ഈ രാജ്യത്ത് പബ്ലിക് സെക്ടർ ബാങ്ക് ചെയർമാൻമാർ വിളിച്ചപ്പോഴാണ് ഇത് പുറത്തു വരും. 5 ലക്ഷം കോടി രൂപയുടെ അന്നത്തെ കണക്കാണ്. അതാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് ഘട്ടം ഘട്ടമായി എഴുതി തള്ളുക. ഇത് നമുക്ക് ഗുണകരമാണോ? പിന്നെ ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമല്ലേ 30,000 കോടി രൂപ അദാനിക്ക് ഓസ്ട്രേലിയയിൽ കോള് ഓപ്ഷൻ ചെയ്യാൻ വേണ്ടി SBI കൊടുത്തത്? സാധാരണക്കാരന് ഒരു വീട് വെക്കാൻ, പഠിക്കാൻ പോകാൻ ഒരു 10,000 രൂപ വാങ്ങിച്ചാൽ എടുക്കുന്ന നടപടിയുടെ അടുത്തെങ്ങും പോലും ഇത്തരം വൻകിടക്കാർക്കെതിരെ എടുക്കാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഈ ജനങ്ങൾ ചോദിക്കുന്നത്, ഈ വൻകിടക്കാരോട് കാണിക്കുന്ന ആനുകൂല്യം പാവപ്പെട്ട് കാണിച്ചുകൂടാ. ഒരു സംശയം, നമ്മുടെ ഈ ബോംബെ ഹൈയിലെ പന്നമുക്ത ഓയിൽ പാടം 8,000 കോടി രൂപയ്ക്ക് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഡെവലപ്പ് ചെയ്തത് 25 കോടി രൂപയ്ക്ക് 15 വർഷത്തേക്ക് റിലയൻസിന് എങ്ങനെയാണ് കൊടുത്തത്? നിങ്ങൾ പന്നമുക്ത ഓയിൽ പാടം റിലയൻസിന് കാര്യങ്ങൾ പരിശോധിച്ച് നടപടിയെടുത്തിരിക്കുകയല്ലേ. എക്സ്പ്ലോറേഷൻ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പം ഗവൺമെൻറ് തുടർച്ചയാണ്, ഒരു സംശയമില്ല. ഇതിൽ ഒരു ഗവൺമെൻറ് കാലത്ത് തെറ്റ് ചെയ്തിട്ട് പിന്നത്തെ ഗവൺമെൻറ് തിരുത്തണം. അതിനാണല്ലോ ഗവൺമെൻറ്. ശരി, ഒരു നിമിഷം ശ്രീ ജോസഫ്. അല്ല, ഞാൻ പറയുന്നത് ഈ വൻകിട മുതലാളിമാർക്ക് വേണ്ടി റിലയൻസിനും മറ്റും ചെയ്തു കൊടുത്ത ആനുകൂല്യം UPA സർക്കാരും ഇപ്പോൾ BJPയുടെ സർക്കാരും തുടരുന്നുണ്ട്. അവർ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഡീമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ഈ ആനുകൂല്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ വൾണറബിൾ സെക്ഷൻ ഇൻ ദ സൊസൈറ്റി ആണെന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയവും. ഇന്ന് ശ്രീ മൻമോഹൻ സിംഗ് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ച കാര്യവും അതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ ബാങ്കുകളുടെ കിട്ടാക്കടത്തിന് പ്രധാനപ്പെട്ട ഉത്തരവാദികളായ ഈ വൻകിടക്കാരുടേത് സാങ്കേതികമായി ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ അവരെ രക്ഷപ്പെടുത്താനുള്ള നയം സ്വീകരിക്കുകയും, എന്നാൽ ഡെയിലി ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാധാരണക്കാരൻ്റെ ആ ട്രാൻസാക്ഷൻ തന്നെ കർട്ടയിൽ ചെയ്തുകൊണ്ട് അവൻ്റെ പോക്കറ്റിൽ കിടന്ന പണം, അവൻ്റെ കയ്യിലിരുന്നത് റിസർവ് ബാങ്ക് ഗവർണർ പ്രോമിസ് ചെയ്ത നോട്ടായിരുന്നു, അതിനൊരു വാല്യൂ ഇല്ലാതെ തിരിച്ചു കൊണ്ടുവന്ന് കൊട്ടയ്ക്കകത്തിടാൻ പറയുകയാണ്. എന്തിനാണ്? ഇവരുടെ സ്ട്രെസ് ഡെപ്റ്റിനെ റിലീഫ് കൊടുക്കാനും വൻകിടക്കാർ ദേശീയ ബാങ്കുകളിൽ ഉണ്ടാക്കിയ കിട്ടാക്കടം ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മൾ ഈ കള്ളപ്പണത്തിനെതിരായിട്ടുള്ള ഒരു അറ്റാക്ക് എന്നുള്ള രീതിയിൽ ഇതിനെ പറയുന്നത് വളരെ 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 അതിശയോക്തിപരമാണ്. ഒരു ലൈനിൽ ഞാൻ പറയാം, നമ്മുടെ ഭൂരിഭാഗവും വിദേശത്താണെന്നുള്ളത് ഗ്ലോബൽ ഫൈനാൻഷ്യൽ ഇൻറ്റഗ്രിറ്റിയുടെ റിപ്പോർട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2, CBDT തന്നെ നടത്തിയ പഠനത്തിൽ 9 സെക്ഷൻ രാജ്യത്തിനുള്ളിൽ എങ്ങനെയാണ് കള്ളപ്പണം സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 6 എണ്ണം ഹൈലി, അതായത് ഉയർന്ന ശതമാനമുള്ളത് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹൈലി സിഗ്നിഫിക്കൻറ്റ്. 3 എണ്ണം മാർജിനലി സിഗ്നിഫിക്കൻറ്റ്. അതിൽ 9ാമത് പറഞ്ഞിരിക്കുന്ന 5% വരുന്ന കള്ളപ്പണം ഹോൾഡ് ചെയ്തിരിക്കുന്നതാണ് ഈ ക്യാഷിലുള്ള കള്ളപ്പണം. അപ്പോൾ ഈ 5% രാജ്യത്തിനകത്തുള്ള കള്ളപ്പണത്തിൻ്റെ തന്നെ വെറും 5% ടാർഗറ്റ് ചെയ്യുന്ന, അതാണ് സൂപ്പർ സെറ്റ്. അതിനെ ടാർഗറ്റ് ചെയ്യാവുന്ന, അതായത് മുഴുവൻ കള്ളപ്പണവും ഈ ഓപ്പറേഷനിലൂടെ പിടിക്കാവുന്ന മുഴുവൻ കള്ളപ്പണവും പിടിച്ചാലും ഈ രാജ്യത്തിനകത്തുള്ള ചെറിയ ശതമാനം കള്ളപ്പണത്തിൻ്റെ 5% ആകുന്നുള്ളൂ എന്നാണ് ഔദ്യോഗികമായ കണക്ക് തന്നെ. അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മൾ ഇതിനെ പർവ്വതീകരിച്ച് ഇത് ശരിക്കും എലിയാണ്, അതിനാണ് ഈ ഇല്ലം ചുട്ടത്. ശരി, അതല്ല ഒരു വാക്ക് പറഞ്ഞോട്ടെ. താങ്കൾ പറയുന്നത് ഈ കള്ളപ്പണം ഉണ്ട് എന്നുള്ള കാര്യം അംഗീകരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നതല്ല, കള്ളപ്പണം ഉണ്ട് എന്ന് അംഗീകരിക്കുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് പിടിക്കണമെന്നാണ്. തുടർ നടപടികൾ നിങ്ങൾ കാത്തിരിക്കുക, അല്പം സമയം കൊടുക്കുക. ആദ്യം ബിനാമി ആക്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ നിങ്ങളുടെ നടപടിയിൽ സംശയം ജനിപ്പിക്കുന്ന 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ പറയുന്ന കള്ളപ്പണം
നിങ്ങൾ അതിൻ്റെ സ്രോതസ് പറയേണ്ടതില്ല, എന്നാലും നികുതി ഇത്ര ശതമാനം അതിന്റെ പിഴ അടച്ച് വെളുപ്പിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഒരു അവസരം അതിന്റെ സ്രോതസ് അറിയേണ്ട. ഇത് ആദ്യമേ മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കള്ളപ്പണം ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. നടപടിയിലേക്ക് പോകുമ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ട്. അപ്പം സ്വയമേ ഡിക്ലെയർ ചെയ്യാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഒരു കള്ളപ്പണം ഉണ്ട്, ഇതൊരു ചേമ്പറിൽ കൂടെ കയറി പോകണം എന്നുള്ളൊരു ആഗ്രഹമേ ഉള്ളൂ. ഞാൻ പറഞ്ഞോട്ടെ, ഞാനത് പറയട്ടെ. ഇപ്പൊ ഉണ്ട് എന്നുള്ള വസ്തുതയാണ്. ഇത് 60% കയ്യിൽ കിട്ടും, 40% ഗവൺമെന്റ് ടാക്സ് കിട്ടും. അതേസമയം ഈ 60% അക്കൗണ്ടബിൾ ആയാൽ പിന്നെ എങ്ങോട്ട് പോകണമെന്ന് ഗവൺമെന്റ് നിയന്ത്രിക്കാൻ കഴിയും. നേരത്തെ ഇതറിയില്ല. ഇവിടെ ഈ 100 ഒരിടത്ത് ഇരിക്കുമ്പോൾ ഇത് എങ്ങോട്ട് പോകുന്നു, എന്തിനു ഉപയോഗിക്കുന്നു അറിയില്ല. ഇത് രണ്ടും തെറ്റാണ്. രണ്ട് കാര്യം. ഒന്ന്, ഈ ടോട്ടൽ കറൻസി ഡിമോണിറ്റൈസ് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? അക്കൗണ്ടബിൾ ആകുന്ന പണം മാത്രം വരികയും ബാക്കിയുള്ളവയെ മുഴുവൻ പിടിക്കുകയും ചെയ്യാനാണ്. ഈ തീരുമാനം പ്രധാനമന്ത്രി 10 മാസം മുമ്പ് എടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. 2000 രൂപയുടെ നോട്ട് പഠിച്ചു തുടങ്ങി, രഹസ്യമായിട്ടാണെങ്കിലും. ആ സമയത്ത് എന്തിനു വേണ്ടി ഒരു വിഭാഗം കള്ളപ്പണക്കാർക്ക് വെളുപ്പിക്കാനുള്ള അവസരം കൊടുക്കണം? ഇവിടെയാണ് ശ്രീ മൻമോഹൻ സിംഗ് പറയുന്ന ഇന്റൻഷണൽ ആയിട്ടുള്ള അത് മാത്രമല്ല ജയർ, അത് മാത്രമല്ല. പിന്നെ അടുത്തതായി വിദേശത്തേക്ക് നിക്ഷേപം നൽകാനുള്ള പരിധി ഇവർ ഉയർത്തി കൊടുക്കുന്നു. ഇതിനോട് ചേർന്നുണ്ടായതാണ്. മൂന്ന് റിസർവ് ബാങ്ക് ഇന്ത്യയിൽ മാത്രമല്ല ഈ പണം മാറ്റാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ദുബായിലും സിംഗപ്പൂരുമുണ്ട്. ഇതൊക്കെ എന്തൊക്കെ തരം മാറ്റങ്ങൾ നടത്താൻ കഴിയുന്ന സ്ഥലമാണ്, പ്രത്യേകിച്ചും സിംഗപ്പൂർ. അല്ലല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി തീരുമാനമെടുത്ത സമയത്ത് നേരത്തെ നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് നോട്ട് അടിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അടിക്കണമെന്ന് ഗവൺമെന്റിന് മാത്രം തീരുമാനിക്കാൻ എടുക്കില്ല. റിസർവ് ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് തീരുമാനിക്കണം. ആ തീരുമാനിച്ച ശേഷം ഗവൺമെന്റിന് സജഷൻ പോകണം. ആ ഗവൺമെന്റ് ഈ ഇവർ പറയുന്ന എല്ലാ സജഷനും അംഗീകരിക്കണമെന്നില്ല. ആ സജഷൻ കിട്ടിയതിനു ശേഷം ഡിസൈൻ ചെയ്ത് മാത്രമേ അടിക്കാൻ പറ്റൂ. അപ്പൊ എങ്ങനെ ഒരു നോട്ട് അടിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടറിയാം. പിന്നെ രണ്ടാമത്, നോട്ട് അടിക്കണമെങ്കിലുള്ള വ്യവസ്ഥകൾ ഇതൊന്നുമല്ല ചോദ്യം. ഇതൊന്നുമല്ല. നിങ്ങൾ സ്രോതസ് വെളിപ്പെടുത്താതെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നു. തൊട്ട് പിന്നാലെ നിങ്ങൾ വിദേശത്തേക്ക് പണം നൽകുന്നതിന് പണം എത്തിക്കാനുള്ള പരിധി നിങ്ങൾ ഉയർത്തുന്നു. പിന്നെ ഇപ്പൊ റിസർവ് ബാങ്ക് വഴി സിംഗപ്പൂരും ദുബായിലും ഒക്കെ ഇത് മാറ്റിയെടുക്കാനുള്ള അനുമതി നൽകുന്നു. തുടർ നടപടിയാണ് ഞങ്ങൾ ചെയ്തത്. ആദ്യം സെപ്റ്റംബർ 30 വരെ ഇതൊക്കെ സംശയാസ്പദമാണ്. അവസരം കൊടുത്തു. ശേഷമാണ് ഈ നടപടിയിലേക്ക് രണ്ടാമത് പറയുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു ലൈന് പറഞ്ഞു നിർത്താം. ഒരിക്കൽ അക്കൗണ്ടബിൾ ആയി കഴിഞ്ഞാൽ ഇദ്ദേഹം നേരത്തെ പറഞ്ഞ 60% പിന്നെ അത് വൈറ്റ് ആയി, അത് തെറ്റാണ്. അതുകൊണ്ടാണ് ഈ പ്രോസസ്സ് കൊണ്ട് ദൂരവ്യാപകമായ യാതൊരു ഫലവും ഉണ്ടായില്ല എന്ന് പറയുന്നത്. രണ്ട്, ഹോർഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ലാർജ് ഡിനോമിനേറ്റർ കറൻസി ആണെന്നുള്ളതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും ഡീമോണിറ്റൈസ് ചെയ്യുമ്പോൾ ലാർജ് ഡിനോമിനേറ്റർ പിൻവലിക്കുക. ഇവിടെ അങ്ങനെയല്ല ചെയ്തത്. ഇവിടെ ഡീമോണിറ്റൈസേഷൻ ഇല്ല. വെറും റീപ്ലേസ്മെന്റ് ഓഫ് 500 and 1000 rupee നോട്ട്സ് പ്ലസ് ഒരു ഞാനൊന്ന് പറഞ്ഞു കഴിയട്ടെ സാർ, 2000 രൂപയുടെ നോട്ടും കൂടി ഇറക്കുകയാണ്. അപ്പോൾ ഭാവിയിലുള്ള ഈ ട്രാൻസാക്ഷനെയോ ഹോർഡിങ്ങിനെയോ ഒന്നും തടസ്സപ്പെടുത്തുന്നില്ല. രണ്ട്, അക്കൗണ്ടബിളായിട്ട് വരുന്നത് നമ്മളിപ്പോൾ സാലറി കിട്ടുന്ന പണം മുഴുവൻ വൈറ്റാണ്. അതെടുത്തിട്ട് നാളെ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അൺഅക്കൗണ്ടബിൾ ആയിട്ടാണ് ഇത് താഴേക്ക് പോകുന്നത്, ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഇതുകൊണ്ടാണ് റിസർവ് ബാങ്കിൻ്റെ മുൻ ഗവർണർ പറഞ്ഞത് കറൻസി വൈറ്റുമല്ല ബ്ലാക്കുമല്ല, ടാക്സ് കൊടുക്കുന്നവന്റെ കയ്യിലെത്തുമ്പോൾ അത് വൈറ്റ് ആകുന്നു, ടാക്സ് കൊടുക്കാത്തവന്റെ കയ്യിലെത്തുമ്പോൾ. ഒരു നിമിഷം ശ്രീ CP നാരായണൻ, താങ്കൾക്ക് പറയാം. അല്ല, ഇതിൽ ഇപ്പോൾ ജോസഫ് മാത്യു അവസാനം പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ നാട്ടിലൊക്കെ കാണുന്നുണ്ട്. നിങ്ങളൊരു 5 സെൻറ്റ് ഭൂമി വിൽക്കുമ്പോൾ നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ പലരും കാണിക്കുന്നത് ഒരു ചെറിയ തുകയാണ്, വാങ്ങുന്നത് വേറെ തുകയാണ്. ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കള്ളപ്പണമാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്താനില്ല. അപ്പോൾ ആ മാതിരി ചെറിയ തോതിലുള്ള കള്ളപ്പണം മുതൽ വലിയ തോതിലുള്ള കള്ളപ്പണമുണ്ട്. ഈ കള്ളപ്പണം പിടിക്കാൻ വേണ്ടി ഇപ്പം ചെയ്തത് എന്താ? തൊഴിലെടുത്ത് കൃഷിക്കാരനായോ തൊഴിലാളിയായോ ഓഫീസ് ജീവനക്കാരനായോ അങ്ങനെ പലതരത്തിൽ തൊഴിലെടുത്ത് അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തെയും കള്ളപ്പണത്തെയും ഒറ്റ ത്രാസിലിട്ടു. നിങ്ങളുടെ എൻ്റെ എല്ലാവരുടെയും കയ്യിലുള്ള 500 രൂപയും 1000 രൂപയും നോട്ട് തിരിച്ചു വാങ്ങുമ്പോൾ അതും ഈ കള്ളപ്പണക്കാരുടെ 500 രൂപയും 1000 രൂപയും വാങ്ങുമ്പോൾ ഇത് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഈ മാത്രമല്ല അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അതിന് തിരിച്ചു കിട്ടുന്നുമില്ല. ഇതിൻ്റെ ഫലമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ പലയിടത്തും ഞങ്ങൾ റിപ്പോർട്ട് കാണുന്നതാണ്. നമ്മളുടെ ഈ MSME സെക്ടറിലെ ഉൽപ്പാദനം വലിയ തോതിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ മറ്റേ പ്രവർത്തനം നിലച്ചുകൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ ഇത് തന്നെയാണ്. ഇതിൻ്റെ ഫലമായിട്ട് 2% മാത്രമാണോ GDP കുറയുക? യഥാർത്ഥത്തിൽ അത് നോക്കേണ്ടി വരും. കാരണം ഈ ഗ്രാമീണ ചെറുകിട നഗരങ്ങളിലെയൊക്കെ സമ്പദ് വ്യവസ്ഥ അതിവേഗം
തകരാൻ പോകുന്ന സ്ഥിതിയിലേക്ക്. കാരണം ഇവർക്ക് പകരം നോട്ട് കൊടുക്കാനില്ല, പഴയ നോട്ട് എടുത്താൽ പോലും കൊടുക്കാനില്ല. ശരി 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 നാല് കേന്ദ്രങ്ങളല്ലേ ഉള്ളത് അച്ചടിക്കാനായിട്ടുള്ളത്. നാല് കേന്ദ്രങ്ങളല്ലേ ഉള്ളൂ അച്ചടിക്കാൻ. രാപകൽ അച്ചടിച്ചാലും 6 മാസം എടുക്കുമെന്നാണ്. പകരം നോട്ട് കൊടുത്തെങ്കിൽ സാർ എന്റെ ബാങ്കിൽ കിടക്കുന്ന പൈസ വിഡ്രോ ചെയ്യാൻ അതുണ്ടല്ലോ. നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, കാർ ഓടിപ്പോകുമ്പോൾ ടയർ ചെറിയ കാറ്റ് കുറവുണ്ടെങ്കിൽ ഒന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തിയതിനു ശേഷമേ ടയർ മാറ്റാൻ പറ്റൂ. അതല്ല, ഓടിപ്പോകുമ്പോൾ ടയർ മാറ്റാൻ പറ്റില്ല. ശരി ശരി ശരി. ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് പോയാൽ കൂടുതൽ ദൂരവും പോകാൻ നമുക്ക് ഡിസ്റ്റൻസ് എത്താം. അത് തന്നെയാണ് ഇതിലും ആപ്ലിക്കബിൾ. ഇത് ചെയ്യുന്നതിന് മുമ്പേ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ടയർ മാറുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്, ഈ വണ്ടിയെ സ്റ്റെപ്പിനി കയറ്റി നിർത്തി അല്ല ഇത് ചെയ്യേണ്ടത്. അതിനെ പറ്റിയിട്ടുള്ള വിവേകം വേണം. ആ വിവേകമില്ലായ്മ ശരി 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 നമ്മുടെ പ്രധാനമന്ത്രി കാര്യം പാർലമെന്റിൽ വന്ന് പറയാനുള്ള മടി കൊണ്ടാണ് അദ്ദേഹം ഒളിച്ചോട്ടം നടത്തുന്നത്. എന്താണ് സംഭവിച്ചത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. 2 മണിക്കൂർ 4 മണിക്കൂർ 8 മണിക്കൂർ. ശരി, ഞാനൊരു ഇടവേളയിൽ കൂടി പോവുകയാണ്, തിരികെ എത്താം.